ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് മാഗി കൊണ്ട് പുതിയൊരു വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കാം. മാഗി ചാട്ട്. മാഗി ചാട്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്: മാഗി ചെറുതായിട്ട് ക്രഷ് ചെയ്ത് കൈകൊണ്ടാണ് ക്രഷ് ചെയ്ത് എടുത്തേക്കുന്നത്. കാരണം നമ്മൾ മിക്സിക്കകത്ത് ക്രഷ് ചെയ്തെടുത്താൽ ഇത് പൊടിഞ്ഞു പോകും. then നമ്മുടെ മാഗി മസാല, ഇതെനിക്ക് ഫ്രീ കിട്ടി, സോസിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. നമുക്ക് സാധാ പാക്കറ്റ് കിട്ടുന്ന മാഗി മസാല മതി. പിന്നെ ഒരു ഹാഫ് ഒണിയൻ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇതാണ് മെയിൻ താരം, ചാമ്പയ്ക്കാണ്. ഇപ്പോൾ ചാമ്പയ്ക്കയുടെ സീസണാണ്. ഇപ്പോൾ ചാമ്പയ്ക്ക അല്ലെങ്കിൽ നമുക്ക് പച്ചമാങ്ങായോ ഒക്കെ യൂസ് ചെയ്യാം. ഇതൊന്നും കിട്ടാത്തവർക്ക് നാരങ്ങാനീര് യൂസ് ചെയ്താൽ മതി. പിന്നെ സോസ്. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മൾ ഒരു കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓരോരുത്തരുടെ പ്രിഫറൻസ് പോലാണ്. നെയ്യുടെ ചുവയുള്ളവർ നെയ്യ് ചെയ്താൽ മതി, അല്ലാത്തവർക്ക് സാധാ എണ്ണ എടുത്താലും മതി. ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് നമ്മളിത് ഇളക്കി കൊടുക്കണം. ആൻഡ് ഒത്തിരി കരിഞ്ഞു പോകാതെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ മാഗി മസാല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അധികം ചൂടാക്കണ്ട, മസാലയുടെ ഒരു ഇത് മാറാൻ വേണ്ടി മാത്രം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചാമ്പയ്ക്കായും ആഡ് ചെയ്യാം. അത്യാവശ്യം ചൂട് കുറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. എന്തിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം വളരെ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്താൽ മതിയാവും. നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എപ്പോഴും നമ്മൾ മാഗി ഒരേപോലെ ഉണ്ടാക്കാതെ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എനിക്കിഷ്ടപ്പെട്ടു.